ഒരു കൊറിയൻ സിനിമ പോലും കണ്ടിട്ടില്ലെങ്കിലും അവർ ഈ ഓൾഡ് ബോയ് എന്നുള്ള സിനിമയെ കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഓൾഡ് ബോയിൻ്റെ ക്ലൈമാക്സ് കണ്ട് ഞെട്ടാത്ത ഒരാളും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ അങ്ങനെ ആരും ഉണ്ടെങ്കിൽ അവർക്ക് വല്ല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. പാർക്ക് ചാങ് ബൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. ഈ ഓൾഡ് ബോയ് എന്നുള്ളത് 3 പാർട്ടുള്ള ഒരു സിനിമയുടെ മിഡിൽ സിനിമയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ട്രിലജിൻ്റെ പാർട്ടാണ് ആക്ച്വലി ഓൾഡ് ബോയ് എന്നുള്ള സിനിമ. അപ്പം ഞാനിത് റെഡിറ്റിൽ കഴിഞ്ഞ മാസം കണ്ടതാണ്. അപ്പോൾ തന്നെ ആലോചിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടോ, സത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇരുന്നു, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 സിനിമകൾ അങ്ങോട്ട് ഒറ്റയടിക്ക് കണ്ടു. അപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായത്. അതായത് നമ്മൾ സാധാരണ ഒരു 3 പാർട്ട് പോലത്തെ ഒരു ഭാഗമല്ല ഇത് ദേ ആർ കണക്റ്റഡ് ബട്ട് ഡിഫറെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു തീം ഉണ്ടല്ലോ, ആ ഒരു റിവെഞ്ചിൻ്റെ ഒരു തീം, അതാണ് അവരെ കണക്ട് ചെയ്യുന്നത് ഈ 3 സിനിമകളിൽ. 3 സിനിമകളും അണ്ണൻ തന്നെ എടുത്തിരിക്കുന്നത്, പാർക്ക് ചാങ് വോക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെഞ്ചൻസ് ട്രിലജി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആ 3 സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേത് 2002 ഇറങ്ങിയ സിംപതി ഫോർ മിസ്റ്റർ വെഞ്ചൻസ്, രണ്ടാമത് 2003 ഇറങ്ങിയ നമ്മുടെ ദ ഓൾഡ് ബോയ്, മൂന്നാമത് 2005 ഇറങ്ങിയ ലേഡി വെഞ്ചൻസ്. മൂവി മാരത്തനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഐഡിയ ആണ്. കുറച്ച് ഓൾഡ് ബോയ് പോലത്തെ സിനിമകൾ ഇഷ്ടമാണെങ്കിലും പൊളിയായിരിക്കും. നിങ്ങൾക്ക് ഒരുമിച്ച് കാണണമെന്നൊന്നുമില്ല, ഓരോ ദിവസമായിട്ട് കണ്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്തായാലും കാണണം കേട്ടോ.